പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ ചെൽസിയെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ വിജയം. ഇതോടെ വിജയത്തോടെ പുതിയ സീസണിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ റയൽ മാഡ്രിഡിനായി. അവസാന പ്രീ സീസൺ മത്സരത്തിനിറങ്ങിയ റയൽ മാഡ്രിഡ് ആദ്യ പകുതിയിൽ തന്നെ ഗോളുകൾ നേടി. 19-ാം മിനിറ്റിൽ ബ്രാഹിം ഡിയാസിൻ്റെ അസിസ്റ്റിൽ ലൂക്കാസ് വാസ്കസ് ആണ് റയലിനായി ആദ്യ ഗോൾ നേടിയത്. 27-ാം മിനിറ്റിൽ വിനീഷ്യസിൻ്റെ അസിസ്റ്റിൽ ബ്രാഹിം ഡിയാസ് റയലിൻ്റെ ലീഡ് ഇരട്ടിയാക്കി. 39-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റിൽ മധുവെക്ക ചെൽസിക്കായി ഒരു ഗോൾ മടക്കി. തുടർന്ന് ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. മത്സരത്തിൽ 57% സമയവും ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 14 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 9 ഷോട്ടുകളാണ് ചെൽസി തൊടുത്തത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. പ്രീ സീസൺ അവസാനിച്ച റയൽ മാഡ്രിഡിന് സീസണിലെ ആദ്യ മത്സരം യുവേഫ സൂപ്പർ കപ്പാണ്. യൂറോപ്പ ജേതാക്കളായ ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റയാണ് റയലിൻ്റെ എതിരാളികൾ. ഓഗസ്റ്റ് 15-നാണ് മത്സരം. ചെൽസിക്കിനി പ്രീ സീസണിൽ ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. ഓഗസ്റ്റ് 11-ന് ഇന്റർ മിലാനാണ് ചെൽസിയുടെ എതിരാളികൾ. പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുമായാണ് ചെൽസിയുടെ മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.